ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ റെസിപ്പിയുമായി എത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് പാവയ്ക്ക തൈര് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. പാവയ്ക്കയുടെ കയ്പ്പ് ഒട്ടും തന്നെ ഇല്ലാതെ ഉണ്ടാക്കാവുന്നതാണ്. അതിനായി ഞാനിവിടെ ഒരു മീഡിയം സൈസ് കയ്പ്പയ്ക്ക എടുത്തിട്ടുണ്ട്. കയ്പ്പയ്ക്ക ഇനി ചെറിയ ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. കയ്പ്പയ്ക്കെല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. മിക്സ് ചെയ്തതിന് ശേഷം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 15 മിനിറ്റ് റെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ഇതിന് വെളിച്ചെണ്ണയാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കൊടുക്കുന്നത്. ഫ്ലേവറിനായിട്ട് അല്പം കറിവേപ്പില ചേർക്കുന്നുണ്ട്. ഇനി പാവയ്ക്ക ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. കയ്പ്പയ്ക്ക നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പരുവം. ഈ സമയത്ത് ഇതിനാവശ്യമായ തൈര് സ്പൂണോ വിസ്കോ വെച്ച് ഉടച്ചെടുക്കാവുന്നതാണ്. ഇനി ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്ന കയ്പ്പയ്ക്ക തൈരിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ സമയത്ത് ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്കുള്ള കടുക് താളിച്ച് കൊടുക്കാം. ഒരു ചട്ടി ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് പൊട്ടിക്കാം, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഫൈനലി നമ്മുടെ പാവയ്ക്ക തൈര് ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റാണ്. പാവയ്ക്ക ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് വരെ ഇത് കൊടുക്കാവുന്നതാണ്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.